ഹലോ ഹലോ ഏ? എന്താണ് ആരാണ് ഏ ആരാണ് ഞാന് ഒരു മോഡേൺ ആർട്ടൊക്കെ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആഹ് മോഡേണായിട്ട് വരയ്ക്കുന്നതാണ് അല്ലേ? അതിന് വലിയ അത് നിങ്ങളെ കാണുമ്പോ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ചോദിക്കണമെന്ന് പറഞ്ഞ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നതാണ്. ആണ്. അതായത് നിങ്ങൾ ഈ മോഡേണായിട്ട് ഇങ്ങനെ വരയ്ക്കുമല്ലോ, ആ, വരയ്ക്കും. വരച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ താഴെ ഒരു പേരെഴുതി വെക്കും, ഒരു പെണ്ണ് ഇല്ലയോ? അതെ ഞങ്ങളുടെ തൂലികാനാമമാണ്. തൂലികാനാമം എഴുതി വെക്കും. അതെന്തിനാണ് അങ്ങനെ എഴുതുന്നത്? എന്തിനാ? അത് അങ്ങനെ എഴുതി വെക്കണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മോഡേൺ ആർട്ടിന്റെ തലയും വാലൊക്കെ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമോ? അതിനകത്ത് നോക്കി എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല. അത് മനസ്സിലാകാൻ വേണ്ടി ഈ അടിയിൽ എഴുതുവാണെങ്കിൽ ഇത് അടിവശം ഇത് മേളുവശം അതൊന്നും മനസ്സിലാക്കാൻ പറ്റും. അതെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അത് ശരിയാ. ഏതോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എഴുതി വെക്കുന്നത്. എങ്ങനെ ഈ ഫീൽഡിലോട്ട് വന്നത്? ഞാൻ ഈ കടപ്പുറത്ത് പോയി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് കോവളം ഭാഗത്ത്. അതെന്താണ് അതെന്താണ് അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നത്? അങ്ങനെ ഒരു താല്പര്യം. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിലായി. സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാൻ നോട്ട് ചെയ്യപ്പെട്ടു. നോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ നടക്കില്ല കേട്ടോ പൊക്കോളം പറഞ്ഞിങ്ങനെ തത്തിച്ച് വിടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കലാകാരൻ പുറത്തു വന്നു. അപ്പോൾ ഞാൻ ഈ മദാമ്മമാരെ കണ്ട് പടം വരയ്ക്കണ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ ചുമ്മാ നോക്കി നിൽക്കുക എന്നുള്ള പരാതിയും തീരും, നമുക്ക് എപ്പോഴും നോക്കി ആസ്വദിക്കുകയും ചെയ്യാം. ഏത് അപ്പോൾ ഞാനങ്ങനെ ഇവരെ നോക്കി വെച്ച് ഇങ്ങനെ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ മദാമ്മമാരെ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ നിന്ന് സൂര്യനെ വരച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ തന്നെയാണ്. സണ്ണി എന്ന പേര്? അല്ല സണ്ണിയല്ല, പിന്നെ ഫുൾ ടൈം തണ്ണിയാന്ന്. പുള്ളി വന്നിട്ട് എന്നോട് ചോദിക്കുക, നീ ഇങ്ങനെ ഇവിടെ നിന്ന് പടവും വരച്ചോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം ആരും നോക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളത്തിലെ ചെളിയിൽ കൈ മുക്കിട്ട് 3-4 കൈപ്പത്തി വരക്കലങ്ങ് വെച്ചു. അച്ചോ. ഞാൻ ഈ പടം പൊളിഞ്ഞുള്ള ദൈവമേ എന്ത് ചെയ്യുന്നു പറഞ്ഞ് നോക്കിക്കുന്ന സമയത്ത് ഒരു മദാമ വണ്ടർസ്റ്റിക് വളരെ ബ്യൂട്ടിഫുൾ എന്ന് വന്നിട്ട് ഈ പടം പറയണ പൈസക്ക് ഇത് കൂടുതൽ പൈസ തരുന്നു പറഞ്ഞ് എൻ്റെ അടുത്ത് മേടിച്ചോണ്ട് അത് അവർക്ക് എങ്ങനത്തെ തോന്നിയത്? പടം കണ്ടിട്ട് അവർക്കത് ചോദിച്ചു, ഈ ഓസോൺ പാളി തുറന്നിട്ട് അൾട്രാവയലറ്റ് ഇങ്ങോട്ട് വരുന്നത് കാട്ടാളാന്ന് പറഞ്ഞ് തടുക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ കയ്യാന്നും പറഞ്ഞിട്ട് ഈ സാധനം വെച്ചിട്ട് വിചാരിക്കാത്ത കാര്യങ്ങള്. വേറെന്താണ് ജോലിയുള്ളത്? വേറെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലിയല്ലായിരുന്നു, പിന്നെ എനിക്ക് വേറൊരു ജോലിയായിരുന്നു നേരത്തെ. എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ച് ആ വിഷമം താങ്ങാനാവാതെ ഞാൻ ഈ മോഡേൺ ആർട്ടിലേക്ക് തിരികുമായിരുന്നു. അല്ല എന്താ പറഞ്ഞു വിടാൻ കാര്യം എന്താണ്? ഒരു പെണ്ണിനെ കയറി പിടിച്ചില്ല എന്നും പറഞ്ഞിട്ട് എന്നെ അവിടെ പറഞ്ഞു. അയ്യോ, അതെന്താടാ അത്? അതന്നെ ഏർപ്പാടത്. സാധാരണ നമ്മള് പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കുമ്പോഴല്ലേ അത് എന്തെങ്കിലും കേസാവുകയും വിഷയം ഉണ്ടാവുന്നത്. വിഷയം ഉണ്ടാവുകയും ചെയ്തു. ഇതിപ്പോ പിടിച്ചില്ലെന്ന് പറഞ്ഞ ആരാണ് പറഞ്ഞു വിട്ടത്? അതാണ് ഞാനും ചോദിക്കുന്നത്. എന്തായിരുന്നു ജോലി? പിടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു. അല്ല, എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? എവിടെ ആയിരുന്നു ജോലി? ഞാൻ ഈ സർക്കസ് കമ്പനിയിലേ പെണ്ണുങ്ങളിങ്ങനെ ആടി വരുമ്പോ കയറി പിടിക്കേണ്ടതായിരുന്നു. വാട്സപ്പ് നോക്കിയിരിക്കണമായിരുന്നു. പെണ്ണ് 3 മലക്കം പറഞ്ഞ് നെറ്റയിൽ വീണിട്ട് പൊങ്ങി വന്നിട്ട് ഇനി ഞാൻ അവിടെ നിൽക്കാൻ കൊള്ളാമോ? നിൽക്കാൻ പാടില്ല എന്നുള്ളതല്ല, എന്നെ നിർത്തിയില്ല. ഫോൺ അടിക്കുന്നല്ലോ. പോണം ഫോൺ. ഞാൻ പിന്നെ തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ശിഷ്യനാ, ഇവനെ പുകഴ്ത്തി പറയുമെന്ന് കരുതരുത്. ഞാൻ ഒരു സാധനം ഞാൻ നല്ല ഏതൊരു ടീം ഒരു പ്രാവശ്യം ഒരു സാധനം പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഒപ്പിയെടുക്കും, സ്പോഞ്ച് പോലെ. അത്രക്ക് അറിവ് അവന്. ഹലോ, പെയിന്റ് കടയിലാന്നോ? മതിടാ, മതി മതി മതി, നിർത്ത്. ഇനി നീ എൻ്റെ കൂടെ പണിക്ക് നിൽക്കണ്ട. നീ വേണ്ട വേണ്ട വേണ്ട, നിർത്ത്. അയ്യോ, അതെന്താ? അവന് ഒരു പ്രാവശ്യം പറഞ്ഞ ഒപ്പിയെടുക്കുന്ന ആളാണ് പണിക്ക് നിർത്താതെ പറഞ്ഞു വിടുന്നത് എന്താ? ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പറഞ്ഞു വിടുന്നു. എന്താ കാര്യം? സംഭവം എന്താ കാര്യം അറിയാം? 15 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ചോദിക്കുക. റെഡ് ഓക്സൈഡ് ഏത് കളർ എടുക്കണമെന്ന്, ഏത് കളർ എടുക്കണം? ഞാൻ അവനെ പേരിൽ റെഡ് ഓക്സൈഡ് എന്നുള്ള പേരിൽ തന്നെ ഇല്ല. അതാ പറ, ഏത് കളറാന്ന് പറ. വയലറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണം എപ്പോഴും അവനോട്. ഇനി അവനെ നിർത്തിയേക്കണോ എൻ്റെ കൂടെ? അത് ശരിയാ. ഞാൻ പറഞ്ഞു വിടും. അവൻ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടെ. രക്ഷപ്പെട്ടെ. പണ്ടത്തുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഗുരുക്കന്മാരോട് ഒരു ഭയഭക്തി ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറവാണ്. കാര്യം ഞാൻ അവനെ കട്ട് ചെയ്ത് പറഞ്ഞു വിട്ടു. അവൻ തിരിച്ചു വരും, അത് വേറെ കാര്യം. ഭയഭക്തി ബഹുമാനത്തിന്റെ കാര്യത്തില് അപ്പൊ ഇതുപോലൊരു ചെറുപ്പക്കാരൻ ഇനി കിട്ടാനില്ല. പിന്നെ അവനിപ്പോ ഇങ്ങനെ നടന്നങ്ങ് പോകുമ്പോ നമ്മുടെ കാലിട്ട് തട്ടിക്കഴിഞ്ഞാൽ അവൻ അപ്പം വന്നിട്ട് തൊട്ടു തൊഴും. ഒരുവൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പള്ളിപ്പെരുന്നാളെ കഴിഞ്ഞ് വരുവാ, കഴുത്തിൽ ഇങ്ങനെ തോർത്തൊക്കെ ഇട്ടേ ശങ്കറിട്ട് നടക്കാൻ നടന്നു സമയത്ത് ഈ ലൈൻ പൊട്ടി കിടക്കായിരുന്നു. ഈ ലൈനേലും ഇവന്റെ കാലങ്ങ് തട്ടി ഷൂസ് ഇട്ടൊക്കെ അവൻ രക്ഷപ്പെട്ടങ്ങ് പോയാൽ മതി. അവൻ തിരിച്ചു വന്ന് ഭയഭക്തി ബഹുമാനം കണ്ടത് ഇങ്ങനെ ഒരു കാണിക്കല്, ഇങ്ങനെ വരെ കാണിച്ചുള്ളൂ. ഭൂം ഒച്ചയായിട്ട് ഞാൻ ഓടി വരണ നോക്കുമ്പോൾ എന്താ ഒരു നീഗ്രോ നിന്ന് ഞാറ് നടുന്ന പോലെ. ഞാൻ പിന്നെ അവരെ പൾസ് പിടിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു അനക്കമുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ആശുപത്രി കൊണ്ടുപോയി
ഗ്രിൽഡ് ചിക്കൻ ആണോ എന്ന് ആദ്യം എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എന്റെ ശിഷ്യനാ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ രക്ഷയെടുത്തു കൊടുന്ന അവനെ എന്നോട് ചോദിക്കുക റെഡ് ഓക്സൈഡിന്റെ കളർ എന്നാണ് എന്നോട് ചോദിക്കാവുന്ന ചോദ്യമാണോ? അല്ലല്ല അവൻ അപ്പ പറഞ്ഞു വിടണം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിട്ടു. നിങ്ങളുടെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. അതെ, കൈ വറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ഈ മരുന്ന് വെള്ളം കുടിക്കണ ഒരു പരിപാടി ഉണ്ട്. ഈ നമ്മൾ ആവശ്യമില്ലാതെ ഈ രാവിലെ ഒക്കെ ഓവർ ഡോസ് നമ്മുടെ ഈ ചുമയുടെ മരുന്ന് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഷിവറിങ് ഉണ്ടാവും, പിന്നെ ഈ ഉറക്കം വരുമൊക്കെ ചെയ്യും. ഉറക്കമൊക്കെ വരും. അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിറപ്പ് അങ്ങനത്തെ സാധനങ്ങളല്ല, പിന്നെ മരുന്ന് വെള്ളം എന്ന് ഉദ്ദേശിച്ച് ഞാനിത് മറ്റേ കൈ നല്ല വിറയലുണ്ട് കേട്ടോ. ഇതിപ്പോ ഈ കൈ വറക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കൈ വിറക്കണമെന്ന് വെച്ചാൽ ഈ ഒരു കൈയാ വിറക്കണുള്ളൂ. 2 കൈ വിറക്കുവാണെങ്കിൽ ചെറിയ ഗുണമുണ്ടായിരുന്നു. എങ്ങനെ? എല്ലാ കച്ചേരിക്കും മൃദംഗത്തിനും വായിക്കാം. ഒരു കൈയാ വിറക്കണോണ്ടേ അതങ്ങ് കറക്റ്റ് ആവണില്ല. അപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ ഇവിടെ? അതെന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കലാകാരന്മാർ വന്ന് പോണ ഫ്ലോറാന്ന് പറഞ്ഞു. കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ദുർബല മനസ്സിനുള്ള ഉടമകളല്ലേ. ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു ഒച്ച അറിഞ്ഞിട്ട് ഒരു ഒച്ച കേട്ടായിരുന്നു, ഒരു വണ്ടി ബ്രേക്ക് ഷൂട്ടായിട്ട് ശ്രദ്ധിച്ചില്ല. എന്താ സംഭവം? ഒന്നും കേട്ടില്ല. ഞാൻ സോഡാ നാരങ്ങ വെള്ളം കുടിച്ചോണ്ട് നിൽക്കുമായിരുന്നു എന്റെ ചങ്ങാതി. ഞാൻ നോക്കുമ്പോ ഒരു പോത്തിനെ ഒരു ടിപ്പർ വന്ന് ഒറ്റയിടി ചങ്ക തകർന്നു പോയി. എനിക്ക് മിണ്ടാപ്രാണിയല്ലേ? മിണ്ടാപ്രാണിയല്ലേ, ചോര ഒഴുകണ്. ആൾക്കാരൊക്കെ വന്നിട്ട് എന്തോ ഒരു താങ്ങ് പിടിക്കണ്ടേ, ആരും പിടിക്കണല്ലോ. എല്ലാരും ബൈക്കിൽ വന്നിട്ട് ഓൺ അടിച്ചിട്ട് പോകും. അങ്ങനെ മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ വലിയ പോത്ത് വീണ് കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ മനസ്സ് കരിങ്കല്ലാണ്. അതാണ്. എന്നിട്ട് ഇപ്പൊ എന്താണ് സംഭവിച്ചത്? എന്താണ്? എന്നിട്ട് ലാസ്റ്റ് ഇറച്ചി വെട്ടുകാരൻ വന്നിട്ട് തുടയെന്ന് 2 കിലോയും പിന്നെ ഞാൻ പതിരും 1 കിലോ മേടിച്ച് വീട്ടിലേക്ക് പോവുക. ഇപ്പൊ ചെല്ലുവാണെങ്കിൽ ഒരു പുളർത്തി കിട്ടും. ഇതാണോ ഞാൻ പോട്ടെ. അയ്യോ, നാക്ക് മേടിക്കാൻ മറന്നുപോയി. ഞാൻ വേഗം ചെന്നില്ല, നാക്കും കൊണ്ട് ആരെങ്കിലും പോകും. അയ്യോ, അതെ. നല്ല മനസ്സല്ലോ. ആ കണ്ണൂടെ വേണേ കിട്ടുമെങ്കിൽ മേടിച്ചോ. കണ്ണ്. ഓ, ഒരു മറവി.